പ്രിയപ്പെട്ടവരെ, മലയാളികളുടെ അഭിമാനമായ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ 101ാമത്തെ ആളാണ് ഇതാ എന്നോടൊപ്പം നിൽക്കുന്ന മിസ്റ്റർ നിഷിൻ തസ്ലിം. എന്താ ഈ 101? ഈ ഒരാളും പിന്നെ 1000 പാർട്ട്നേഴ്സും ചേർന്ന് ഒരു പ്രസ്ഥാനത്തെ ലോകം കീഴടക്കുന്ന വിധത്തിലേക്ക് ചെറിയ സമയം കൊണ്ട് എത്തിച്ചതിൻ്റെ അംഗീകാരമായിട്ടാണ് ആ അഭിമാനം എന്ന് മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞത്. 3 വർഷം മുമ്പ് ഞങ്ങളുടെ ദുബായ് വാർത്താ സ്റ്റുഡിയോയിൽ മിസ്റ്റർ നിഷിൻ വന്നിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. വന്നിട്ട് പറഞ്ഞു, ഒരു 100 സ്വർണ്ണക്കടകൾ തുറക്കണം, 7500 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്വപ്നം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോൾ ഒരല്പം ആശങ്കയോടുകൂടി ആ സ്വപ്നം ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവെച്ചയാളാണ് ഞാൻ. പക്ഷേ വിസ്മയിപ്പിക്കുന്ന ആ കഥകളിലെ അറബിക്കഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, 1000 രാത്രികളും പിന്നെ ഒരു രാത്രിയും, അതുപോലെ ആ 1001 രാത്രികളിലെ മഹാത്ഭുതങ്ങൾ പോലെ 20 വർഷം കൊണ്ട് 100 ഔട്ട്ലെറ്റുകൾ എന്ന ആ ഒരു ഗ്രാഫിലേക്ക് ഇതാ ഉദിച്ചുയർന്നു പോകുന്നു. ആദ്യത്തെ 3 വർഷം കൊണ്ട് 10 ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞതിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. അപ്പോഴാണ് പുതിയൊരു കാര്യം, ഗൾഫിൽ അല്ലെങ്കിൽ ഓവർസീസിൽ മാത്രം മതിയോ, നമ്മുടെ നാട്ടിൽ വേണ്ടേ? എന്താണ് നമ്മുടെ നാട്ടിലെ പ്ലാൻ? ഇന്ത്യൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഞങ്ങൾ ബോൺ ചെയ്തത്, ഞങ്ങൾ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നാണ്. ഞങ്ങൾ ഫാമിലി സെറ്റിൽ ചെയ്യുന്നത് മലബാർ റീജിയനിലുള്ള വയനാട്ടിൽ ഞങ്ങൾ അവിടെ പ്രസ്ഥാനം തുടങ്ങിയത് 2017. ഞങ്ങളെ തലമുറകളായിട്ട് വന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു 4ാം തലമുറയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു മുറിക്കാപ്പ് റിസോർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മുറിക്കാപ്പിലൂടെ നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിശ്വാസ്യതയും അതിൽ ട്രാൻസ്പെറൻസിയിലൂടെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ വിശ്വാസ്യത നേടിയെടുത്ത് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. ആ ഇക്കോസിസ്റ്റത്തിൽ ഏകദേശം 25 മില്യൺ ആളുകൾ ഞങ്ങളിപ്പോൾ അറിയാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ റിസോർട്ടിലാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 റിസോർട്ടിലായിട്ടുള്ള അത്രയും ഡാറ്റാബേസ്. ദേ ആർ ഓൾ ഫ്രം മലബാർ റീജിയനാണ്, സ്പെഷ്യലി ഫ്രം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ റീജിയനിലുള്ള ആളുകളാണ് ഞങ്ങളെ ഏറ്റവും നെറ്റ്വർക്കിംഗ് ഉള്ളത്. ഒരു ബിസിനസ്സിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ദുബായിൽ വന്നിട്ടാണെങ്കിലും ദുബായിൽ വസിക്കുന്ന ആളുകളാണ് അവരെ ബേസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് 90% ആളുകളും തൃശ്ശൂർ മുതൽ അങ്ങ് കണ്ണൂർ വരെയാണ് കാരണം ഞങ്ങൾ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ കൂടെ കൂടിയത്. പിന്നീടാണ് അടുത്തടുത്ത് ഞങ്ങൾക്ക് തിരുവനന്തപുരത്തു നിന്ന് ആളുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും ആളുണ്ട്. ഞങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളുണ്ട്. ഇന്ത്യൻ ഓപ്പറേഷനിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് വരുന്ന 6 വർഷം കൊണ്ട് ഞങ്ങൾ IPO ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ലോകത്തിൽ തന്നെ 2nd ലാർജസ്റ്റ് മാർക്കറ്റാണ്. അപ്പോൾ കേരളം എന്നുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ മാർക്കറ്റാണ്. കേരളത്തിലാണ് 40% മാർക്കറ്റ് ഷെയർ ഉള്ളത്. ആ മാർക്കറ്റിലേക്ക് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ മുന്നൊക്കെ പറയുന്ന പോലെ ക്രിക്കറ്റാണ് ഞങ്ങളെ പാഷന്. ഒബ്വിയസ്ലി ഞങ്ങൾ മറ്റു കോമ്പറ്റീറ്റേഴ്സിനല്ല ഞങ്ങൾ നോക്കുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ ദ ഗ്യാപ്പ്. മാർക്കറ്റിൽ ഒരു ആസ് എ ബാറ്റ്സ്മാൻ എന്ന നിലയ്ക്ക് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പാണ് നമ്മൾ നോക്കുക. ഫീൽഡറല്ല ഞങ്ങൾ നോക്കുക, ഗ്യാപ്പാണ് നോക്കുക. ആ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ ഒരു മദർ ബ്രാഞ്ച്, ഒരു മാസ്റ്റർ കമ്പനിയാണ് നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ സ്വീകരിച്ച് ഇപ്പോൾ ഏകദേശം അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോഴിക്കോട്ട് എവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ്? കോഴിക്കോടിൻ്റെ ഒരു പ്രൈം ലൊക്കേഷൻ തന്നപ്പോൾ ജ്വല്ലറി മാർക്കറ്റ് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും വരില്ല. ഞങ്ങൾ മാവൂർ റോട്ടിൽ തൊണ്ടയാട് ജംഗ്ഷനിലാണ് ഞങ്ങൾ ഈ ലൊക്കേഷൻ വരുന്നത്. ജ്വല്ലറി ഹബിലാണുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ വരുന്നത് ബാംഗ്ലൂരിൽ. ഇനി ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഞങ്ങൾ ജയനഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ആ ഏരിയയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ കറാമ സെൻറ്ററിൽ തുടങ്ങി, ബർഷയിൽ, ലുലുവിൽ, അല്ലേ? അതെ. അബുദാബി മുസഫയിൽ, ഹംദാൻ സ്ട്രീറ്റിൽ, ഇപ്പോഴത്തെ മീന ബസാറിലും വരെയാണ്. അതെ. മീന ബസാറിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഷോറൂമാണ്, ബിഗസ്റ്റ് ഷോറൂമാണ് നമ്മൾ ദുബായിലുള്ള. അവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു കുറേ ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഏഷ്യയിൽ ഇത്രയും അധികം സ്വീകാര്യത കിട്ടിയ ഒരു വയനാടൻ റിസോർട്ട് എന്ന രൂപത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞത് സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണോ ആ വെതറും അവിടുത്തെ രീതികളും, അതിനെ കേരളത്തിൽ പുനരാവിഷ്കരിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ് 10 കൊല്ലം മുമ്പ്. അത് സമ്പൂർണ്ണമായി വിജയിച്ചു. മോറിക്കാപ്പ് എന്ന് പറയുന്ന വയനാട് റിസോർട്ട്. അതിനുശേഷം 83-ൽ ഇന്ത്യ വേൾഡ് കപ്പ് നമ്മുടെ ക്രിക്കറ്റിൽ നേടി, ലോർഡ്സ് 83. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അതേ ക്യാപ്റ്റൻ കപിൽ ദേവ് വന്ന് വയനാട്ടിൽ വന്ന് ഉദ്ഘാടനം ചെയ്ത ലോർഡ്സ് 83. ഇതൊക്കെ കേരളത്തിന് കിട്ടിയ, ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാര റിസോർട്ടുകൾ എന്ന് വേണം പറയാൻ എന്നാണ് ഇൻ്റർനാഷണൽ ഗസ്റ്റുകൾ തന്നെ പറയുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ ഇതൊന്നും എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് തുടങ്ങുന്ന സമയത്ത് ആളുകൾ പലരും പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ?
എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് അഭിമാനത്തോട് ഇവിടെ നിൽക്കുന്ന മിസ്റ്റർ നിഷിൻ. താങ്ക് യു. ഞങ്ങളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഞങ്ങൾ ഈ ഒരു റെവല്യൂഷണറി ബിസിനസ് മോഡലാണ്. ഈ ബിസിനസ് മോഡലിലൂടെ എല്ലാവരും എന്താണ് ഓണർഷിപ്പാണ്. ഇപ്പോൾ ഒരു സിംഗിൾ ഓണ്ടല്ല. അപ്പോൾ ഒരു ഒരു പ്രസ്ഥാനത്തിന് ഒരു സിംഗിൾ ഓണ്ടായിരിക്കും. അതിൽ ക്യാപ്റ്റൻ ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദ ക്യാപ്റ്റൻ എല്ലാവരും എന്താണ് ഈ ഓണർഷിപ്പിൽ എൻജോയ് ചെയ്യാണ്. ആ ഓണർഷിപ്പിലൂടെ എന്താണ് അവരും അവരുടെ ബിസിനസ്സായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ട്രക്ചറാണ്. ഇപ്പോൾ ഇതിലെ പല ഇൻവെസ്റ്റേഴ്സിനെയും ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഇവിടെ യുടെ സമൂഹത്തിന് എല്ലാവരും അറിയാവുന്ന പ്രമുഖരായിട്ടുള്ള ഹു എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു വലിയ പ്രൊഫൈൽ ബയോഡേറ്റ പറയാനുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെയും ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഈ 1000 പേരെയും ഉടമകളായിട്ട് കരുതിക്കൊണ്ടാണ്. അവരുടെ പർച്ചേസിനുള്ള ആനുകൂല്യങ്ങൾ വേറെ, അവർ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റാഫായിട്ട് ഇപ്പോൾ 600-ലധികം പേരില്ലേ ഏകദേശം ജീവനക്കാരില്ല, കൂടുതൽ പേരും അങ്ങനെയുള്ള വിശ്വസ്തരായ ആളുകളാണ്. കച്ചവടത്തിൽ കാണിക്കുന്ന ട്രാൻസ്പെറൻസി എന്നുള്ളതാണ് മിസ്റ്റർ നിഷിൻ്റെയും നിഷ്കയുടെയും ഏറ്റവും വലിയ വിജയമായി മാർക്കറ്റിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളെ ദുബായ് വാർത്ത ഏഷ്യ വിഷനുമായിട്ടൊക്കെ സഹകരിക്കുന്ന ഒരാളുടെയെങ്കിലും പേര് ഈ കൂട്ടത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല. കറാമ ഇന്ന് ഈ മലയാളി ഹബ്ബായി മാറുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മിസ്റ്റർ ഹസൻ എന്നൊരാൾ, എല്ലാവരും ഇന്നിപ്പോൾ ഹസനിക്ക എന്ന് വിളിക്കുന്ന അദ്ദേഹം ഒരു കറാമ സെൻറ്റർ അവിടെ സ്ഥാപിച്ച് അതിൻ്റെ മേന്മകളുമായി ലോകത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അന്ന് ആരും വിചാരിച്ചില്ല ഈ കറാമ സെൻറ്റർ ദുബായിയുടെ മലയാളിയുടെ ഭൂപടത്തിലെ ഹൃദയഭാഗമായി മാറുമെന്ന്. ഇപ്പോൾ നോക്കൂ കറാമ സെൻറ്റർ എങ്ങനെ ഇരിക്കുന്നു. ആ ഹസനിക്ക ഇതിൻ്റെ ചെയർമാനാണ് ഈ നിഷ്ക ജുവലറി നെറ്റ്വർക്കിൻ്റെ. ഇനിയൊരു കാര്യം, ഇപ്പോൾ ഹസനിക്കയുടെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തു. 1001 പേര് മൊത്തം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിൽ ഇത് ആഗ്രഹിക്കുന്ന സ്വർണ്ണക്കട തുടങ്ങണമെന്ന് ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? ഒന്ന് നെഞ്ചിൽ കൈവച്ചെന്ന് പറയും. പക്ഷെ നമുക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് തുടങ്ങാൻ വേണ്ടി. പക്ഷേ കുറച്ച് പേരൊക്കെ സമാന ചിന്താഗതിക്കാരുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ? ഇവിടെ 1001 പേർ ഏറ്റവും സജീവമായി കൊണ്ടുപോകുമ്പോൾ നമുക്കതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം? പ്രത്യേകിച്ച് ഈ കോഴിക്കോട് ഔട്ട്ലെറ്റ് നിങ്ങളുടെ സ്കീം എന്താണ്? ഗോൾഡ് തന്നെയാണ് അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, അതായത് ഇൻവെൻട്രി തന്നെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഗോൾഡ്, ഡയമണ്ട്സ്, പ്രിഷ്യസ് ഓർണമെൻറ്റ്സിലായിട്ടുള്ളത്. ഒരു 25 ലക്ഷം രൂപേൻ്റെ എന്താണ് ഒരു ഷെയർ എടുത്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവർ ജോയിൻ ചെയ്യുക മാത്രമല്ല, അവർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കമ്പനീൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറുക എന്നുള്ളതാണ്. ഞങ്ങളുടെ തമന്ന ഭാട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ എങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ഞങ്ങളെ ഇൻവെസ്റ്റേഴ്സും ഞങ്ങളെ കസ്റ്റമേഴ്സുമാണ്. നമ്മളെ കാലിക്കറ്റ് ഷോറൂമിൽ അതുപോലെ തന്നെ എന്താണ് ബാംഗ്ലൂർ ഷോറൂമാണ് ഞങ്ങളെ മാസ്റ്റർ കമ്പനിയായിട്ട് വരുന്നത്. ആ മാസ്റ്റർ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്ന് മറ്റ് ഷോറൂമുകൾ ഞങ്ങളെ വിഷൻ പ്ലാൻ പ്രകാരം 50 സ്റ്റോറാണ്. ബാക്കി 48 സ്റ്റോറൂമിനുള്ള ബെനിഫിറ്റ്സുകളും ഈ വരുന്ന മാസ്റ്റർ കമ്പനിയിലേക്ക് നമുക്ക് അവർക്ക് അത് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഇതുകൂടാതെ ഞങ്ങൾ IPO ആണ് നമ്മൾ ടാർഗറ്റ്, പബ്ലിക് കമ്പനി ആവുക. അതിൽ വലിയൊരു വാല്യുവേഷനാണ് ഞങ്ങൾ എക്സ്പെക്ട് ഈ ചെയ്യുന്നത്. IPOയിലേക്ക് വരുമ്പോൾ സാധാരണ ആൾക്കാർ പറയാറുണ്ട് അന്ന് മുടക്കിയ കാശിൻ്റെ ഒരു 10 ഇരട്ടി അല്ലേ? 10 ടൈംസ് ആണ്. ഏതൊരു ബിസിനസ്സിൽ നമ്മളൊരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു 10 ടൈംസ് ആണ്. ആ 10 ടൈംസിന് ഞങ്ങൾക്ക് എന്താണ് ഒരു നിശ്ചിത ബിസിനസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് IPOയിലേക്ക് പോകാൻ പറ്റുക. അതിന് ഒരുപാട് പ്രൊസീജിയർ, ഇറ്റ്സ് നോട്ട് ഈസി ആയിട്ടുള്ള ജോബല്ല. ഞങ്ങളെ വിഷൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്താണ് അത് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. IPOയിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അത് 6 വർഷമാണ് ഞങ്ങൾ ടാർഗറ്റ്. അറൗണ്ട് 15 സ്റ്റോഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ഇത്ര റവന്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അതിൻ്റെ പാറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ഇത്ര ടൈംസ് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത്ര വാല്യുവേഷൻ കിട്ടും. അത് ബേസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ എന്താണ് 10 ടൈംസ് നമ്മളെ ഗ്രോത്ത്. ഇപ്പോൾ ഒരു 100,000 മുടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു 1 CR മുടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് 10 CR ആയിട്ട് 6 വർഷം കൊണ്ട് ഗ്രോ ചെയ്യുക. അപ്പാർട്ട് ഫ്രം അതർ ബെനിഫിറ്റ്സ് നമ്മൾ ഡിവിഡൻസ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് 10% നമ്മൾ എന്താണ് അവർക്ക് ഡിവിഡൻഡ് പേ ബാക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ പോവുകയാണെങ്കിൽ തന്നെ 10 ഇയേഴ്സ് കൊണ്ടെന്നാണ് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പേ ബാക്ക് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ചെയർമാനായിട്ട് ഇങ്ങനെ വിശാലമായ ഒരു ജുവലറി നെറ്റ്വർക്കിൻ്റെ ഒരു ചെയർമാൻ പദവിയിൽ നിൽക്കുന്ന എത്ര മലയാളികളുണ്ട് സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന എന്നൊക്കെ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഉണ്ടായി വന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഈ 3 വർഷം കൊണ്ട് നിഷ്ക തുടങ്ങിയതോ അത് മാത്രമല്ല, അതിനു മുമ്പുള്ള 10 വർഷത്തെ കഥ ആലോചിക്കുമ്പോൾ മോറിക്യാപ്പിൽ ലോഡ്സ് 83 നമ്മൾ പറഞ്ഞു. അതിനു മുമ്പുള്ള 10 വർഷം ഈ ജുവലറി നെറ്റ്വർക്കുകളിലൊക്കെ ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് വന്നതും വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ചേരാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ മുന്നോട്ട് വരാം, ഒപ്പം സഞ്ചരിക്കാൻ, ഞങ്ങളുടെ തലമുറകൾക്ക് കൂടി ഈ നിഷ്ക ജുവലറി നെറ്റ്വർക്കിൽ കൂടി ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്പർ ഞാൻ കൊടുക്കുകയാണ്. 05088458862. ഈ നമ്പറിൽ UAE നമ്പറാണ്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായി എപ്പോഴും മിസ്റ്റർ നിഷിനുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിയല്ല, മറിച്ച്
നമ്മളൊക്കെ യുദ്ധകാലത്തും സമാധാനകാലത്തും നമ്മുടെ കയ്യിൽ ഒരു നിക്ഷേപത്തിൻ്റെ ആശയമുണ്ടെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ചില വിദ്യകൾ ലോകത്തുണ്ട് എന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മലയാളിയുടെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടി പോകുമല്ലോ എന്ന് കരുതി നിൽക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാർ അവരെ മനസ്സിൽ ഇൻസ്പിറേഷൻ്റെ പുതിയൊരു ഫയർ നൽകാൻ വേണ്ടി മാത്രമാണ് മിസ്റ്റർ നിഷിനെ കാണാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതും അദ്ദേഹത്തിൻ്റെ വിശാലമായ ഓഫീസ് പ്രൊവൈസസിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും മാത്രമല്ല 100 ഔട്ട്ലെറ്റുകൾ എന്ന ലക്ഷ്യവുമായി പോകുന്ന അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മുന്നോട്ട് നീങ്ങാനുമാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. താങ്ക് യു. എല്ലാവിധ ആശംസകളും കോഴിക്കോട്ടും ബാംഗ്ലൂരും വെച്ച് നമുക്കിതുപോലെ വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഓഗസ്റ്റ് 29 ഞങ്ങൾ ഇനാഗുറേഷൻ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും വരണം. ഞങ്ങൾ ഇനാഗുറേഷൻ വരുമ്പോൾ ഞങ്ങൾ ഷോറൂം അതിൽ വരാൻ പറ്റാത്തവർക്ക് എന്താണ് പിന്നീട് കോഴിക്കോട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കോൺടെസ്റ്റ് ഒക്കെ വെക്കാം അല്ലേ? മോറിക്കയിൽ താമസിക്കാൻ വേണ്ടി കോഴിക്കോട്ട് വരിക, വയനാട് പോയി താമസിക്കുക, നിഷ്കയിൽ വന്ന് പർച്ചേസ് ചെയ്യുക, നമുക്ക് ആലോചിക്കാം. ഇൻഷാ അല്ലാ. കോൺടെസ്റ്റ് ഓ